2030 ആകുമ്പോഴത്തേന് 5 കൊല്ലം കഴിഞ്ഞാൽ 85% ഓഫ് ദി ജോബ്സ് ഹാവ് ബീൻ ഇൻവെന്റഡ്. ലോകത്ത് 2030 നിലനിൽക്കുന്ന ജോലികളിൽ 85% ജോലി എന്തായിരിക്കും, അവരുടെ റോൾ എന്തായിരിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, 85% ജോലി എന്തായിരിക്കും, അവരുടെ റോൾ എന്തായിരിക്കും, അവരെന്താ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ തുടങ്ങാം. ഓട്ടോമേറ്റഡ് കാർ അല്ലെ, ടെസ്ലയുടെ കാറൊക്കെ കിട്ടണില്ലേ, ഓട്ടോമാറ്റിക് കാർ. ഡ്രൈവർ ഇല്ലാത്ത കാർ കിട്ടണോ? ഡ്രൈവർ ഇല്ലാത്ത കാർ ലോകത്ത് വന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കരിയറുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും, ഒന്ന് പറയാൻ പറ്റുമോ? എന്ത് മാറ്റമാണ് വർക്ക് ഇൻഡസ്ട്രിയിൽ, ജോബ് ഇൻഡസ്ട്രിയിൽ, ബിസിനസ് ഇൻഡസ്ട്രിയിൽ വരുത്താൻ പറ്റുന്ന മാറ്റം എന്തായിരിക്കും? ഒന്നാമത് ഡ്രൈവർമാരുടെ ജോലി പോകും. പിന്നെ ഡ്രൈവർമാരില്ലെങ്കിൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ ആവശ്യമുണ്ടോ? ഇല്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പണി നിർത്തേണ്ടി വരുമോ? അപ്പോൾ ട്രാഫിക് പോലീസുമാർക്ക് ഇനി ജോലി 2030 ജോലി ഉണ്ടാവില്ല. മനുഷ്യൻ ഡ്രൈവർ അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടാവോ? ഇല്ല. അപ്പൊ 85% അപകടം ഉണ്ടാവില്ല. 80% അപകടം ഇല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ആളുകൾ. ഒന്ന്, അപകടത്തിന് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോസ്പിറ്റലുകൾക്ക് കച്ചവടം ഉണ്ടാവില്ല. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരെ പണി പോകും. മെഡിസിൻ, ഫാർമസ്യൂട്ടിക്കൽ, എമർജൻസിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചികിത്സകളോ എമർജൻസി മെഡിസിനുമായി ബന്ധപ്പെട്ട മരുന്നുകളൊക്കെ പിന്നെ എന്ത് ചെയ്യും? മരുന്ന് കമ്പനി വർക്ക് ചെയ്യുന്നവർക്ക് പണി ഉണ്ടാവില്ല. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വലിയ ഇൻഡസ്ട്രിയാണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് രോഗികളോ ചികിത്സകളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഇല്ലെങ്കിൽ ഇൻഷുറൻസിന് സ്കോപ്പ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു വണ്ടി വന്നാലുള്ള മാറ്റത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്.